കൊല്ലം കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ വീണ്ടും ഒരു കസ്റ്റഡി മർദ്ദന ആരോപണം കൊടുങ്കാറ്റായി വരികയാണ്. ക്രൂരമായ ശാരീരിക പീഡനങ്ങൾക്കിരയായി ചികിത്സയിലായിരുന്ന പെരുമ്പുഴ സൊസൈറ്റി മുക്ക് സ്വദേശി സിയാദ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ CPO ശ്രീജിത്തിനെ അന്വേഷണ വിധേയമായി തസ്തികയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ച കർശന സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ അച്ചടക്ക ലംഘനവും ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുള്ള ക്രമക്കേടുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്നാണ് ഈ തടിയൂരൽ നടപടി. ഇതോടൊപ്പം സംഭവ ദിവസം സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും കാരണം കാണിക്കൽ മെമ്മോ നൽകാനും ജില്ലാ പോലീസ് മേധാവി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അയൽവാസിയായ 13-കാരനായ കുട്ടിയെ കാണാനില്ലെന്ന പരാതിയുടെ പുറത്താണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന സിയാദിനെ പോലീസ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്തത്. ജൂൺ 16 രാത്രിയിൽ മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്ന സിയാദിനെ ഭാര്യയുടെയും മക്കളുടെയും കണ്ണീരും പ്രതിഷേധവും വകവയ്ക്കാതെ പോലീസ് ബലമായി സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നു. സിയാദ് ഗുരുതര രോഗബാധിതനാണെന്നും അദ്ദേഹത്തെ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ട് ഭാര്യയും മകളും പിറ്റേന്ന് പുലർച്ചെ വരെ കുണ്ടറ സ്റ്റേഷനിൽ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും കൽപ്പനകൾ ഇറക്കിയ ഉദ്യോഗസ്ഥർ അവരെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ കാണാതായ കുട്ടി പിറ്റേന്ന് രാവിലെ സ്വന്തം വീട്ടിൽ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിരപരാധിയായ സിയാദിനെ പോലീസ് മോചിപ്പിക്കാൻ തയ്യാറായത്. എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ സിയാദ് അനുഭവിച്ചത് മൃഗീയമായ പീഡനങ്ങളായിരുന്നുവെന്നാണ് കുടുംബം തുറന്നടിക്കുന്നത്. വീട്ടിൽ നിന്നും ജീപ്പിൽ കയറ്റിയത് മുതൽ സ്റ്റേഷനിൽ വെച്ച് പോലും SI അതുൽ, കോൺസ്റ്റബിൾ ശ്രീജിത്ത് എന്നിവർ ചേർന്ന് സിയാദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തനിക്ക് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടും അത് അല്പം പോലും വകവയ്ക്കാതെ ഉദ്യോഗസ്ഥർ ക്രൂരത തുടരുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമേറ്റ് തികച്ചും അവശനായ നിലയിലാണ് സിയാദിനെ വീട്ടുകാർക്ക് തിരികെ ലഭിച്ചത്. സിയാദിന്റെ വാരിയലുകൾ തകർന്ന് പഴുപ്പ് കയറി ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് ആദ്യം കൊല്ലം ജില്ലാ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പോലീസിന്റെ ക്രൂരമായ മുഖം തുറന്നു കാട്ടുന്ന സിയാദിന്റെ മകളുടെ ഫോൺ സംഭാഷണ ശബ്ദരേഖ കൂടി പുറത്തു വന്നതോടെ സംഭവത്തിന് പുതിയ തലം കൈവന്നു. തന്റെ പിതാവ് കടുത്ത രോഗബാധിതനാണെന്ന് ആവർത്തിച്ചറിയിച്ചിട്ടും എന്തിനാണ് ഇത്ര ക്രൂരമായി ഉപദ്രവിച്ചതെന്ന് പോലീസുകാരോട് മകൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് ചോദിക്കുന്നത് ശബ്ദരേഖയിൽ വ്യക്തമായി കേൾക്കാം. സിയാദിന്റെ നട്ടലിനേറ്റ ഗുരുതര പരിക്കുകളെക്കുറിച്ചും പഴുപ്പുണ്ടായതിനെക്കുറിച്ചും ചികിത്സിച്ച ഡോക്ടർമാർ ചോദിച്ചിരുന്നതായും മകൾ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആരോപണ വിധേയനായ പോലീസുകാരൻ തനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന മട്ടിൽ സ്വാഭാവിക നിഷേധ നിലപാടാണ് ഫോൺ സംഭാഷണത്തിൽ സ്വീകരിച്ചത്. സംഭവം വലിയ രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങൾക്ക് വഴിതുറന്നിട്ടുണ്ട്. കുണ്ടറയിൽ നടന്ന ഈ കസ്റ്റഡി മരണത്തിൽ കുറ്റക്കാരായ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കുമെതിരെയും ദാക്ഷിണ്യമില്ലാതെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളെ സംരക്ഷിക്കേണ്ട നിയമപാലകർ തന്നെ കൊലയാളികളാവുന്ന അവസ്ഥ അവസാനിപ്പിച്ച് അവരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെടുന്നു.